മഹാനായ സുൽത്താനുൽ അംബിയാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് പാരായണം. അതുപോലെ കഴിഞ്ഞ 10 ദിവസമായി മഹാനായ സുൽത്താനുൽ അംബിയാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മധുഹ് ചൊല്ലി. ആ മദീനയിൽ കുട്ടികളും സാധ്യമാകുന്ന വലിയൊക്കെ പങ്കെടുത്തു. ആ മധുഹ് ചൊല്ലി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഓരോ ദിവസവും അതിലേക്ക് ചീഞ്ഞു കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടുകൂടെ 40 ദിവസം കൊണ്ട് മജ്‌ലിസ് നടന്നു. അതിന്റെ സമാപനത്തിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് ചൊല്ലി, തങ്ങളുടെ മധുഹ് ചൊല്ലി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് കുറച്ച് പാരായണം ചെയ്തു. ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നു. നമുക്കൊക്കെ അറിയാം, സത്യവിശ്വാസികളായ നമ്മൾ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങളൊക്കെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കിങ്ങനെ പരസ്പരം കാണുമ്പോൾ ഒക്കെ ചിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട്, സന്തോഷം പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരെയും പ്രയാസപ്പെടുത്തുന്ന പല വിഷമങ്ങളും പലരുടെയും മനസ്സിൽ. അത് ശാരീരികമായി ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മക്കളെ കാര്യങ്ങളൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല നിരക്കുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മളിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ വേദനിച്ച് പുറത്ത് നമ്മളിങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് പോകുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ പരിഹാര മാർഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പ്രാർത്ഥന എന്ന ദുആ എന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. നമുക്കുള്ള വിഷമങ്ങളൊക്കെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അതിന് പരിഹാരം തേടുക, അതാണ് പരിഹാര മാർഗമുള്ളത്. ഇതൊക്കെ ഒരു ഭാഗത്തുള്ള നമ്മുടെ പ്രയാസങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ പ്രയാസങ്ങൾ വളരെ ചെറുതാണ്. അതേ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു, ഇഞ്ചുറ്റായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗസയിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന വാർത്തകൾ, മറന്ന് കാണുന്ന ചിത്രങ്ങളും ഹൃദയത്തിൽ ഒരല്പം കാരുണ്യമുള്ളവരുടെ ഹൃദയം പൊടിച്ചു കളയുന്ന രൂപത്തിലുള്ളതാണ്. ഗസയിലുള്ള നമ്മുടെ ബഹുമാന്യരായ സഹോദരന്മാർ എത്ര കൂമ്പാറും മയ്യത്തിലൊക്കെയാണ് നിസ്കാരം നിർവഹിച്ചതെന്ന് പറഞ്ഞു തീർക്കാൻ വയ്യ. 1 വർഷത്തിലധികമായി നിരന്തര നരനായാട്ട് നടത്തുകയാണ് ഇസ്രായേൽ. ഒരു കബറി എത്ര ജനാസയാണ് അടക്കിയതെന്നറിയാം, എത്ര മയ്യത്തുകൾക്കാണ് അവർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തതെന്നറിയാം. ഒരു ജനാസ ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്കാണ് അടുത്ത ബോംബുകൾ വന്നുകൊണ്ട് ശരീരങ്ങൾ ചിന്നിച്ചിതറി നമ്മുടെ സഹോദരന്മാരെ പിടഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റൊന്നേ ചെയ്തിട്ടുള്ളൂ. എന്താ തെറ്റി? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഈ സത്യവചനം അംഗീകരിച്ചു എന്നുള്ള തെറ്റല്ലാതെ ഓരോ തെറ്റുകൾ ചെയ്തിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോ കൈയും കാലും കണ്ണും പോയി ഒന്നിനും കഴിയാതെ ചികിത്സ പോലും കിട്ടാതെ പൊട്ടിക്കരയുന്ന കുഞ്ഞു മക്കളുടെ ചിത്രങ്ങളാണ് കാണുന്നത്. തൊണ്ട വരണ്ടുണങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാതെ കേഴുന്ന പെണ്ണുമക്കളുടെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരന്മാര് അങ്ങേറ്റം പ്രയാസമാണ്. ഇതിനൊക്കെയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാര മാർഗം മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ മുമ്പിൽ കൈകൾ നീട്ടിക്കൊണ്ട് അപേക്ഷിക്കുക, അതിന് ഏറ്റവും പറ്റിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിനുള്ള ഒരു സുവർണ അവസരത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടെ 40 ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ മഹാനായ ഖുതുബുൽ അത്താബ് തങ്ങളുടെയും മദീനയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. ഇന്നിപ്പോ ഒരുപാട് ആളുകളോട് ഒരുമിച്ച് കൂടി. നമ്മുടെ കുടുംബത്തിൽ പ്രായമായ ആളുകളുണ്ട്, ഇവിടെ വന്നിരിക്കാൻ വയ്യാതെ അവർ കസേരയിൽ ഇരിക്കുന്ന പ്രായമുള്ളവരുണ്ട്, ചെറിയ മക്കളുണ്ട്. ഇവരൊക്കെ മുൻനിർത്തി, ഈ മദീന മുൻനിർത്തി
ഇത് മഹാന്മാരായ അമ്പിയാക്കൾ സ്വാലിഹീങ്ങളിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് നമുക്ക് ആമീൻ പറയണം. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ മനസ്സിന് ഹാജരാക്കണം. ലോക മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിൽ ഹാജരാക്കണം. അവരെ ഉൾപ്പെടുത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. അതോടൊപ്പം ഇത്തരം മജ്ലിസുകളിൽ നേരത്തെ നമുക്ക് മുമ്പുണ്ടായിരുന്ന കുറെ ആളുകളുണ്ട്. ഈ മജ്ലിസ് വളരെ മുബാറക്കായ മജ്ലിസാണ്. ഇത് മഹാന്മാർ സ്ഥാപിച്ച ഒരു മജ്ലിസാണ്. നമ്മൾ അതിന്റെ ഒരു കണ്ണിയായി എന്ന് മാത്രം. നമ്മളൊന്നും കാണാത്ത വലിയ സ്വാലിഹീങ്ങൾ സ്ഥാപിച്ച ഒരു മജ്ലിസാണ്. അതുകൊണ്ടാണ് ഈ സമയം എത്തുമ്പോൾ എത്ര പ്രയാസം സഹിച്ചാലും വർഷങ്ങളായി നമ്മളിവിടെ കാണുന്ന കുറെ മുഖങ്ങളുണ്ട്. അവരൊക്കെ എന്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടെ ഒടിയെത്തുന്നത് ഇതൊരു മുബാറക്കായ മജ്ലിസാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നമ്മുടെ പൂർവികർ കെട്ടിപ്പടുത്തുന്ന നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഈ പുണ്യ മജ്ലിസിനെ ഏറ്റെടുക്കാനും അതിൽ പങ്കാളികളാവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അത് അല്ലാഹുവിന്റെ വലിയ സൗഭാഗ്യമാണ്. മാലിക്കുൽ മുലൂക്കായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സന്താനങ്ങൾക്ക് അന്ത്യനാൾ വരേക്ക് ഇത് നിലനിർത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ മജ്ലിസ് ഇവിടെ നിലനിൽക്കുന്നത് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇതിനോട് മാനസികമായി അടുപ്പമുള്ളവർക്കൊക്കെയും ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഗുണകരമായ ഒരു സദസ്സാണ്. നമുക്കറിയാം, ഈ പള്ളി വളരെ ചെറിയൊരു പള്ളിയായിരുന്നു. നമുക്കിവിടെ നിസ്കാരം നിലനിർത്താൻ മതിയാവുന്ന സൗകര്യമില്ലാത്തൊരു പള്ളിയായിരുന്നു. നമ്മുടെ മജ്ലിസ് നടക്കുമ്പോൾ ഒക്കെ പുറത്തൊക്കെ വളരെ പ്രയാസപ്പെട്ടു നിന്നിരുന്നാണ്. അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി തീരുമാനിച്ചു, നമുക്കിതൊന്ന് വിപുലീകരിക്കണം. നമ്മൾ ആരെയും തേടിപ്പോയില്ല. നമ്മൾ ഓരോരുത്തരും അവനാന്റെ കഴിവനുസരിച്ച് ഇതിന് ഫണ്ട് കണ്ടെത്തിയിട്ട് അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് സംവിധാനിച്ചു. ഇത് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹാനായ അവിടുത്തെ ദറജ എത്തി കൊടുക്കട്ടെ. അല്ലാഹു അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുമെടാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. മഹാനവരുകളോ അതോ മഹാനായ പാണക്കാലത്തി എന്ന സത്യകോളങ്ങൾ രണ്ടിനൊരു മഹാൻ നമ്മുടെ കരിങ്കലത്താണിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം നമ്മുടെ പഴയ നിസ്കാര പള്ളിയിൽ ഇപ്പൊ നമ്മൾ കാണുന്ന പള്ളിയുടെയും മുമ്പുള്ള ഒരു അവസ്ഥയിൽ അവിടെ നിസ്കരിക്കാനും ഒന്നുകൊടുക്കാനൊക്കെ വേണ്ടി കയറിയപ്പോൾ വളരെ പ്രയാസപ്പെട്ടു ആ കാര്യം നിർവഹിക്കാൻ. അന്ന് മഹാനവരുകൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2-3 ആളുകളോട് പറഞ്ഞത്രേ, നിങ്ങളുടെ ഈ നാടിന്റെ പുരോഗതിക്ക്, ഈ നാടിന് വെളിച്ചം കിട്ടാനും ഇവരുടെ വികാസം ഉണ്ടാവാനും ഈ പള്ളി ഒന്ന് നിങ്ങൾ ആദ്യം ശരിയാക്കുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ 2001 കരിങ്കലത്തായി വരുമ്പോ കോൺക്രീറ്റിന്റെ കെട്ടിടം നമ്മൾ അങ്ങാടി ഒന്നേ ഉള്ളൂ. ഇന്നിപ്പോ നമുക്ക് നോക്കിയാൽ തീരാത്ത രൂപത്തിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളും വിശാലമായ അങ്ങാടിയും നമുക്ക് ആവശ്യമുള്ളത് ലഭ്യമാവുന്നതും നമുക്കുള്ള അരി സമ്പാദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ നാടിനൊരു ഉയർച്ച ഉണ്ടായിട്ട് അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളി അവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ചെറുമട്ടത്തിലൊന്ന് വിപുലീകരിച്ചു. അന്ന് തൊട്ട് നമ്മുടെ അങ്ങാടിയുടെ വളർച്ച തുടങ്ങി. അത് വീണ്ടും ഒന്ന് വിപുലീകരിച്ചു. ഞാൻ വരുമ്പോ നമ്മളിപ്പോ ഉള്ള പഴയ പള്ളിയുടെ പകുതി ഭാഗം ആയി. 2006 നമ്മളത് വീണ്ടും വിപുലീകരിച്ചു. നമ്മളെ ബാബ്ജാക്കാനിക്ക് അല്പം അരസംഘത്തേക്ക് സ്ഥലം കിട്ടിയപ്പോ അത് ചേർത്തി പിന്നെയും നമ്മൾ വിപുലീകരിച്ചു. 2010 ഹൈവേന്റെ വികസനം വരുന്നു, നമ്മുടെ ഈ പള്ളിയുടെ പകുതി ഭാഗം നഷ്ടപ്പെടുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ നമ്മോട് പറഞ്ഞപ്പോ നമുക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തി ദീനി സ്നേഹികളായ ആളുകളെയും കൂടി കണ്ട് നേരെ ഇപ്പുറത്ത് അതിലും വലിയ പള്ളിക്ക് വേണ്ടി നമ്മൾ സൗകര്യമൊരുക്കി. അൽഹംദുലില്ലാഹ്, ബഹുമാന്യനായ ദീനി സ്നേഹിയുടെ വലിയ അംഗമായ സഹായത്തോടുള്ള ഭൂമിയും സ്ഥലവും പള്ളിയെല്ലാം നമുക്കായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് കരിങ്കല്ലത്താണി അങ്ങാടി ആശ്രയിച്ച് നമ്മൾ മാത്രമല്ല, നമ്മുടെ നാട്ടുകാർ മാത്രമല്ല,
അന്യനാട്ടിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് ആളുകളാണ് സ്വന്തമായി ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവர்கள் ആലാവഫിക്കുന്നത് ബഹുമാനപ്പെട്ട ഖദീജ ഉമ്മ റളിയല്ലാഹു തആലാന്റെ കാറിന്റെ ചുവട്ടിലാ മഹാൻ കിടക്കുന്നത്. അല്ലാഹു ദറജ കൊടുക്കട്ടെ. പാവപ്പെട്ട നമുക്കൊക്കെ അവിടുത്തെ മന്ദത കൊണ്ട് ആ ഉമ്മാനെയും അവരെയൊക്കെ ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ കാണാനുള്ള ഭാഗ്യം തരട്ടെ. ആ മഹാൻ പറഞ്ഞത്, നിങ്ങൾ പള്ളി നന്നാക്കി നിങ്ങളുടെ നാട് വികസിക്കുന്നു. ഇന്ന് നമുക്ക് എത്രമാത്രം വികാസം നമ്മുടെ നാടിനുണ്ടായി, നമ്മളൊക്കെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ നാട്ടിൽ ഇവിടെ നമുക്ക് വളരെ ചെറിയ സൗകര്യമായിരുന്നു, നമ്മളൊരിക്കൽ കൂടി തീരുമാനിച്ചു നമുക്ക് സൗകര്യപ്പെടുത്തണം. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ നിലയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തി. ഇതൊരു കെട്ടിടമായി നിന്നതുകൊണ്ട് ഒരിക്കലും മഹാനായ സയ്യിദ് അവർ പറഞ്ഞ ആ ഫലം നമുക്ക് ലഭിക്കില്ല. ഇവിടെ നിസ്കാരം നിലനിൽക്കണം, മുടങ്ങാതെ ജമാഅത്ത് നടക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു പ്രദേശത്ത് ജമാഅത്ത് നടന്നിട്ടില്ലെങ്കിൽ ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. അത് നമ്മൾ ഒരു ഇമാമിനെ നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ ജമാഅത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനം വേണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുറ്റക്കാരൻ. എങ്കിലാണ് ഈ പള്ളിയുടെ ഗുണം നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ചിലപ്പോൾ അറിയുന്നില്ല, നമ്മുടെ കയ്യിൽ ആരും കൊണ്ടും തരുന്നില്ല. നമ്മൾ ഇതിനെ പരിപാലിക്കുമ്പോൾ ഇതിന്റെ പൊതിൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അത് അനുഭവമാണ്, എത്രയോ അനുഭവമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾക്ക് പള്ളി സംവിധാനിച്ചു. ഈ പള്ളിയിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ഇമാമിന്റെ നേതൃത്വം നടത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിതിന്റെ പരിസരത്ത് നമുക്ക് തൊട്ടപ്പുറത്ത് നിസ്കാര പള്ളിയുണ്ട്, ഈ പള്ളിയുണ്ട്, നമ്മുടെ തൊട്ടപ്പുറത്ത് നമുക്ക് താഴത്തെ പാലിന്റെ കാര്യങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവരൊക്കെ ജമാഅത്ത് നിലനിൽക്കണം. അതൊക്കെ നമ്മൾ തന്നെ അതിനാവശ്യമാകുന്ന വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ ജമാഅത്തിന്റെ ഒരാളെ നിർണയിക്കുമ്പോൾ അങ്ങനെ ജമാഅത്ത് നടക്കുള്ളൂ. ആരെങ്കിലൊക്കെ വന്ന് ചെയ്തോളുമെന്ന് വിചാരിച്ച ജമാഅത്ത് നടക്കുള്ളൂ. ഒരു ഇമാമാണ് വേണം. അപ്പൊ പിന്നെ മൗനങ്ങളായി നമ്മൾ ഒഴിവുള്ളവരെ കോടി എത്തിക്കഴിഞ്ഞാൽ ആ ബാധ്യത നിർവഹിക്കാൻ കഴിയും. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി ഇവിടെ നമ്മൾ ഇമാമിനെ വെച്ചുകൊണ്ട് ജമാഅത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മുടങ്ങാതെ 40 ദിവസത്തെ മൗലിദ് നടന്നു. മഹാന്മാർ സ്ഥാപിച്ച ഈ കാര്യങ്ങൾക്ക് അവിടെ മുടങ്ങാതെ നടന്നത് ഒരു ഇമാമിന്റെ നേതൃത്വം നമുക്കിവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകണം. ഇവിടെ ജമാഅത്ത് എന്നും നിലനിൽക്കും. നമുക്ക് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ജമാഅത്തോട് മുടങ്ങാൻ പാടില്ല. എങ്കിൽ നമുക്കൊക്കെ ഐശ്വര്യം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിൽ എല്ലാം ബറക്കത്തുണ്ടാവും. അല്ലാഹു ആ ബറക്കത്ത് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഇപ്പോൾ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം, ഇത് നിലനിർത്താൻ ആവശ്യമാകുന്ന സാമ്പത്തികം അതുകൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ഇമാമിനെ നമ്മൾ വെക്കുമ്പോൾ ആ ഇമാമിന് നമ്മൾ ശമ്പളം കൊടുക്കണം, അയാൾക്ക് ഭക്ഷണബന്ധമായ സൗകര്യങ്ങൾ ഒരുക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അല്ലാഹു തആല നൽകിയ നിഅമത്തിൽ നിന്ന് ചെയ്യണം. അല്ലാഹുവിന്റെ മസ്ജിദിന്റെ പരിപാലനത്തിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന സ്വതക്ക എന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നു, നബിയെ, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏതാണെന്ന് ചോദിച്ചപ്പോ പുന്നാര നബി ആ മനുഷ്യന് കൊടുക്കുന്ന മറുപടി ഉണ്ട്, നീ സമ്പത്തിന് ഏറ്റവും ആവശ്യമുള്ള അവസ്ഥയിൽ, നിനക്ക് സമ്പത്തിന് ഏറ്റവും ആവശ്യമുള്ള അവസ്ഥയിൽ ദാരിദ്ര്യത്തെ ഭയപ്പെടുക പോലും ചെയ്യുന്ന സമയത്ത് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് പരിശുദ്ധമായ മസാജിദുകളുടെ പരിപാലനത്തിന് വേണ്ടി നീ നൽകുന്ന സമ്പാദ്യമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയ എന്റെ ബഹുമാന്യരായ ഉപ്പമാരോട് സഹോദരന്മാരോട് നമുക്കിവിടെ ഇത് നിലനിന്ന് പോകാൻ ആവശ്യമാണ്, ഇവിടുത്തെ ജമാഅത്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമാകുന്ന ഒരു ഫണ്ട് നമ്മൾക്ക് കൂടിയ സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന ഫണ്ടിനെ കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്രമാത്രം നമ്മൾ ഭംഗിയാക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഭംഗിയും നമ്മുടെ വരുമാന മാർഗങ്ങളിൽ വർധനവും അതിൽ ബറക്കത്തിൽ ലഭ്യമാകുന്നു. ഇപ്പൊ നേർച്ചയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിതാ ഇന്നിവിടെ കൂടുന്ന ആളുകൾക്ക് പുറത്തു വന്ന ധാരാളം ആളുകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കും. ഈ വിഷയമായിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ 10 വർഷം മുമ്പ് ഇതിനെ സമീപിച്ച രീതിയിൽ ഇപ്പൊ സമീപിക്കാൻ പാടില്ല. 10 വർഷം മുമ്പ് നമുക്ക് 1000 രൂപ കൊണ്ട് ഒരു ചാക്ക് സാധനം വാങ്ങിപ്പോരാൻ പറ്റുമായിരുന്നു. അങ്ങാടിയിൽ ഇന്ന് 1000 രൂപയോട് പോയാൽ ഒരു ചെറിയ കുഞ്ഞി കീസിന് കൂടി സാധനം വാങ്ങിപ്പോരാൻ പറ്റില്ല. അതാണ് സാധനങ്ങളുടെ വർധനവിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ അന്ന് 100 രൂപ കൊടുത്തിരുന്നെങ്കിൽ 200 രൂപയെ ഇത്തരം സംരംഭത്തിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. ഏതായാലും അല്ലാഹു തആല നമുക്ക് ചെറിയ നിലക്കാണെങ്കിൽ നിഅമത്തുകൾ നൽകിയിട്ടുണ്ടല്ലോ, ആ നിഅമത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു മാസം നമുക്ക് ആവശ്യമാവുന്ന ചിലവ് ഒരു 7000 രൂപ നമുക്കൊരു മാസം അതിന്റെ ശമ്പളം അനുബന്ധമായിട്ട് ആവശ്യമുണ്ട്.
അത് നമുക്ക് 12 മാസത്തേക്കുള്ളതെന്ന് നമ്മളിപ്പോ ഇവിടെ വെച്ചാലൊന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ ഓരോരുത്തരും ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഈ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകും. അതല്ലാതെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടാൻ വിചാരിക്കുമ്പോൾ അതും തകർന്നു പോകും, അതും താഴേക്ക് പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് നല്ല മനസ്സോടുകൂടെ ഒരു മാസത്തെ ഞാൻ ഏറ്റെടുക്കാം, ഒരു മാസം ഞാൻ നൽകാമെന്ന് നമുക്ക് സാധ്യമാകുന്ന ആളുകൾക്ക് ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യം ഭംഗിയായിട്ട് നമ്മുടെ ഈ പള്ളിയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തആല നിഅമത്ത് നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ മസ്ജിദിന്റെ പരിപാലനത്തിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മളത് കുറഞ്ഞു പോകില്ല. നമ്മൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന അവസ്ഥയിൽ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇന്ത്യ കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് പേടിക്കുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. ഒന്നും ആർക്കും ആവശ്യമില്ലാത്ത സമയത്ത് ഞാനിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിട്ട് ഇന്ന ആൾക്ക് കൊടുക്കോളൂ, ഇന്ന പണി കൊടുക്കോളൂ, ഇന്ന മദർസ് കൊടുക്കോളൂ എന്ന് ആ ഇച്ഛാമില്ലാതെ ഞാൻ പോകാൻ എനിക്കൊരു ആവശ്യമില്ല എന്ന് കാണുമ്പോൾ പറഞ്ഞാൽ അതിന് പ്രതിഫലം കുറവാണ്. പ്രതിഫലം കിട്ടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു മാസത്തെ കാര്യം ഞാൻ ഏറ്റെടുക്കാം എന്ന്